വാർത്ത വന്ന് ഏറെ കഴിയും മുൻപ് തന്നെ വന്നത് KPCC അധ്യക്ഷൻ. സംസ്ഥാനത്തെ ബാറുടമകളുടെ എണ്ണവും കണക്കാക്കി നടക്കാൻ സാധ്യതയുള്ള കോഴയുടെ കണക്കെടുത്തുകൊണ്ടാണ് പ്രതികരിച്ചത്. എന്നാൽ ഇതൊന്നും പ്രതിപക്ഷത്തെ ബാധിച്ചില്ല. അവർക്ക് രാഷ്ട്രീയമായി ഒരു വടി കിട്ടിയതല്ലേ എന്ന് ചിന്തിക്കാം. കാര്യങ്ങൾ ഇത്രയും ആയപ്പോഴേക്കും MP രാജേഷ് തന്നെ വന്ന് കാര്യങ്ങൾ വിശദീകരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും അമളി മനസ്സിലായത്. അങ്ങനെ എല്ലാവരും രാജിവെക്കാൻ KPCCയും BJP സംസ്ഥാന കമ്മിറ്റിയും ആവശ്യപ്പെട്ടതോടെ സമ്മർദ്ദത്തിലായ മന്ത്രി MP രാജേഷ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെഴുതി. അതിങ്ങനെയാണ്: സമരം, ലാത്തിച്ചാർജ്, പരിക്ക്, അങ്ങനെ കുറച്ചു ദിവസം വിഷയത്തെ നീട്ടിക്കൊണ്ടുപോകാം. അപ്പോഴേക്കും ലാത്തിച്ചാർജിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ കാടത്തം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും സമരത്തിലേക്ക് പോയാൽ വിഷയം തൽക്കാലം ഒന്നണയും. മന്ത്രി പറഞ്ഞു പോകുന്നത് ഇതെങ്ങോട്ടാ? ഇത് കേട്ടാ തോന്നുക കഴിഞ്ഞ 8 വർഷത്തിന് മുമ്പുള്ള UDF സർക്കാരാണ് കേരളത്തെ മദ്യത്തിൽ മുക്കി കുഴച്ചത് എടുത്തതെന്ന്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് സമരവുമായി യൂത്തന്മാർ മന്ത്രിയുടെ ഓഫീസിന് മുന്നിലേക്ക് ഇറങ്ങിയത്. എന്തായാലും കെട്ടുറപ്പില്ലാത്ത ഒരു തിരക്കഥയുടെ പിൻബലം എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ മണക്കുന്നുണ്ട്. സംഗതി കത്തിയനെ, പക്ഷേ എവിടെയോ പാളിപ്പോയി. നമസ്കാരം. ബാർക്കോഴ സീസൺ 2 തുടക്കത്തിലെ പാളിയോ? അങ്ങനെ കരുതാനും കാരണമുണ്ട്. മന്ത്രി MP രാജേഷ് ഒന്നും കൂസാതെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതോടെ ഈ മഴക്കാലത്ത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞിരിക്കാൻ ഒരു കഥ കൂടിയായി. അത്രയേ ഉള്ളൂ. ചില സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഒരു ഓലപ്പാമ്പ് മാത്രമായി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ മാറി. അല്ല, എവിടുന്ന് കിട്ടുന്നു എന്തോ 2.5 ലക്ഷം വീതം ഓരോരുത്തരും നൽകണം. നമുക്ക് ഉപകാരം ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം. നേരം വെളുക്ക് മുൻപ് തന്നെ ഇങ്ങനെ ഒരു വോയിസ് മെസ്സേജ് കേരളം മുഴുവൻ കിടന്ന് കറങ്ങി. രാജീവ് ചന്ദ്രശേഖരനെ പോലെ മുക്കാൻ ഇത് ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലാത്തതുകൊണ്ട് കിട്ടേണ്ട ചാനലുകാർക്കൊക്കെ അത് കിട്ടുകയും ചെയ്തു. എന്നിട്ടോ വാർത്ത വന്ന് ഏറെ കഴിയും മുൻപ് തന്നെ വന്നത് KPCC അധ്യക്ഷൻ. സംസ്ഥാനത്തെ ബാറുടമകളുടെ എണ്ണവും കണക്കാക്കി നടക്കാൻ സാധ്യതയുള്ള കോഴയുടെ കണക്കെടുത്തുകൊണ്ടാണ് പ്രതികരിച്ചത്. അതായത് 25 കോടിയുടെ അഴിമതി. പിന്നെ പതിവ് പോലെ മന്ത്രി MP രാജേഷ് രാജിവെക്കണമെന്ന ആവശ്യവും ഉയർത്തി. അതാണല്ലോ വേണ്ടത്. ഒരു വകുപ്പിൽ അഴിമതി നടന്നാൽ ഉടൻ തന്നെ വകുപ്പ് മന്ത്രി രാജിവെക്കണം. ആരോപണം തെളിയുകയും വേണ്ട, അന്വേഷണവും വേണ്ട. എന്നിട്ടും ഇപ്പോഴും പ്രതിപക്ഷത്ത് VD സതീശൻ തന്നെയല്ലേ ഉള്ളത് എന്ന് ആരും അന്വേഷിച്ചില്ലല്ലോ. ഇതിനേക്കാൾ വലിയ ഒരു ആരോപണം VD സതീശനെതിരെ ഉയർന്നിട്ടുണ്ടല്ലോ. അതുപോട്ടെ. എന്തായാലും ബോൾ വലയിൽ തന്നെയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് വളരെ സന്തോഷത്തോടെയും സർക്കാരിനെതിരെ അടിക്കാൻ ഒരു വടി കിട്ടിയ ആശ്വാസത്തിൽ ഇരുന്നപ്പോഴാണ് ഇടുത്തി പോലെ ബാറുടമകളുടെ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാറിന്റെ വരവ്. ചേടാ, ഈ പറയുന്ന ഇടുക്കി പ്രസിഡന്റിനെ നേരത്തെ പുറത്താക്കിയതാണല്ലോ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് മറ്റൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു പണപ്പിരിവിന് ഇതുവരെ സംഘടന നിർദ്ദേശം നൽകിയിട്ടില്ല. ആകെ പണപ്പിരിവ് നടത്തുന്നത് തിരുവനന്തപുരത്ത് ഒരു കെട്ടിടം വാങ്ങാൻ വേണ്ടി മാത്രമാണെന്ന് കൂടി പറഞ്ഞതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. എന്നാൽ ഇതൊന്നും പ്രതിപക്ഷത്തെ ബാധിച്ചില്ല. അവർക്ക് രാഷ്ട്രീയമായി ഒരു വടി കിട്ടിയതല്ലേ എന്ന് ചിന്തിക്കാം. കാര്യങ്ങൾ ഇത്രയും ആയപ്പോഴേക്കും MP രാജേഷ് തന്നെ വന്ന് കാര്യങ്ങൾ വിശദീകരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും അമളി മനസ്സിലായത്. സത്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനത്തെക്കുറിച്ച് മന്ത്രി പോലും അറിഞ്ഞിട്ടില്ലത്രേ. ഡ്രൈ ഡേ മാറ്റുന്ന കാര്യമാണ്. അക്കാര്യത്തിൽ ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന്. പിന്നെ ഇങ്ങനെ ഒരു പണി നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കർശന നടപടി അവർക്കെതിരെ ഉണ്ടാകും എന്നുകൂടി പറഞ്ഞതോടെ അനിമോൻ വാനിഷ്ഡ്. പലതവണ പത്രക്കാർ വിളിച്ചു നോക്കി. എന്നിട്ടും ആരോടും ഒന്നും പറയാതെ മുങ്ങിക്കഴിഞ്ഞിരുന്നു. മഷിയിട്ട് നോക്കിയിട്ട് പോലും പിന്നെ കണ്ടിട്ടേയില്ല. അതെന്താ അങ്ങനെ ഒരു മുങ്ങൽ എന്ന് സംഘടനയിലുള്ളവരും അന്വേഷിച്ചു. എന്നാൽ കേൾക്കുന്നത് പുള്ളിക്കാരൻ നിലവിലുള്ള സംഘടനയെ തന്നെ രണ്ടാക്കി മറ്റൊന്നുണ്ടാക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. ഇതറിഞ്ഞിട്ടാണ് അനിമോനെ പിടലക്കി പിടിച്ച് പുറത്താക്കിയത്. അത് കഴിഞ്ഞപ്പോൾ VD സതീശന്റെ ഊഴമായി. തരമനുസരിച്ച് അധ്യക്ഷന്റെ മുകളിൽ തന്നെ പറയണമല്ലോ. CPMന്റെയും മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും അറിവോടെ നടന്ന അഴിമതിയാണെന്നായിരുന്നു VD സതീശന്റെ അഭിപ്രായം. എല്ലാവരും രാജിവെക്കണം. അല്ല പിന്നെ മാണി സാറിനെ എന്തൊക്കെ പറഞ്ഞ ആൾക്കാരാ. ഇനി ഇങ്ങനെ കാണിക്കരുത്. ഇതൊക്കെ കേട്ടിട്ട് രാജിവെച്ചാലോ എന്ന് മന്ത്രി MP രാജേഷും ആലോചിച്ചു എന്നാണ് കേൾക്കുന്നത്. ഇതിനിടയിലൂടെ ഒരു വാക്ക് വന്ന് വീണു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അവസ്ഥ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടാകുമെന്നായിരുന്നു ആ വാക്കുകൾ. പറഞ്ഞതാകട്ടെ K സുരേന്ദ്രനും. കെജ്രിവാളും കുടുങ്ങിയത് മദ്യനയ കേസിൽ തന്നെ ആയിരുന്നല്ലോ.
എന്തായാലും SP മധുസൂദനൻ കേസിൽ പ്രാഥമിക അന്വേഷണം നടത്തുമെന്ന കാര്യത്തിൽ തീരുമാനം ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അന്വേഷണം നടക്കട്ടെ, സത്യം പുറത്തു വരുന്നെങ്കിൽ വരട്ടെ. അങ്ങനെ എല്ലാവരും രാജിവെക്കാൻ KPCCയും BJP സംസ്ഥാന കമ്മിറ്റിയും ആവശ്യപ്പെട്ടതോടെ സമ്മർദ്ദത്തിലായ മന്ത്രി MB രാജേഷ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെഴുതി. അതിങ്ങനെയാണ്: ഡ്രൈ ഡേ പിൻവലിക്കാനോ ബാറുകളുടെ സമയം കൂട്ടാനോ സർക്കാർ തീരുമാനിച്ചിട്ടില്ല, ആലോചിച്ചിട്ട് പോലുമില്ല. ഈ വർഷത്തെ മദ്യനയം സംബന്ധിച്ച പ്രാഥമിക ആലോചന പോലും ആരംഭിച്ചിട്ടില്ല. പ്രാഥമിക ആലോചന പോലും ആരംഭിക്കാത്ത വിഷയത്തിൽ വാർത്തകളുടെ കുത്തൊഴുക്കാണ് പല മാധ്യമങ്ങളിലും കഴിഞ്ഞ കുറച്ച് ദിവസമായി നടക്കുന്നത്. എക്സൈസ് വകുപ്പ് ആലോചിക്കാത്ത വിഷയമാണ് ഇതെല്ലാം. ഈ വാർത്തകൾ വിശ്വസിച്ച് അവസരം മുതലെടുക്കാൻ ചില കുബുദ്ധികൾ ഇറങ്ങിത്തിരിച്ചു എന്ന് വേണം അനുമാനിക്കാൻ. ഇക്കാര്യത്തിൽ അന്വേഷണവും ശക്തമായ നടപടിയും ഉണ്ടാവും. നടപടി ആവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്: മുതലെടുപ്പിന് ഇറങ്ങിയവരും പണം നൽകുന്നവരും കുടുങ്ങും. ഇതാണ് ആദ്യത്തെ വാചകങ്ങൾ. ഷടാ, പണി പാളുമോ? അതിനു മുമ്പ് ഒരു സമരം നടത്തിയില്ലെങ്കിൽ കുഴപ്പമാകുമെന്ന് കരുതി പാലക്കാടുള്ള മന്ത്രിയുടെ ഓഫീസിലേക്ക് വലിയ തോതിൽ ഒരു സമരം നടത്താനാണ് യൂത്തന്മാർക്ക് കിട്ടിയ നിർദ്ദേശം. സമരം, ലാത്തിച്ചാർജ്, പരിക്ക്, അങ്ങനെ കുറച്ച് ദിവസം വിഷയത്തെ നീട്ടിക്കൊണ്ടുപോകാം. അപ്പോഴേക്കും ലാത്തിച്ചാർജിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ കാടത്തം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും സമരത്തിലേക്ക് പോയാൽ വിഷയം തൽക്കാലം ഒന്നണയും. അല്ലെങ്കിൽ പേടിച്ചിട്ടാണെന്ന് കരുതിയാലോ എന്നായിരിക്കും ഈ സമരത്തിന്റെ പിന്നിലെ ചിന്ത. അല്ല എന്ന് വിശ്വസിക്കുന്നവർ അനിമോനെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ എത്തിക്കാൻ കഴിയണം. അത് പിന്നത്തെ കാര്യം. കേരളത്തെ സർക്കാർ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നുവെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്ന മറ്റൊരു ആരോപണം. സത്യത്തിൽ പ്രതിപക്ഷത്തുള്ള ആർക്കും ബാർ ഇല്ലല്ലോ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഒരാശ്വാസം. ഇനി അതിൻ്റെ കണക്ക് MB രാജേഷ് പറയുന്നുണ്ട്. അത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ തന്നെയാണ്. ബാറുകളും ബെബ്കോ ഔട്ട്ലെറ്റുകളും പൂട്ടി മദ്യനിരോധനം നടപ്പിലാക്കി എന്ന് അവകാശപ്പെടുന്ന UDF സർക്കാരിൻ്റെ കാലത്ത് 2012-13 ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ വിൽപ്പന 244.33 ലക്ഷം കേസായിരുന്നു. 2022-23 ഇത് 224.34 ലക്ഷം കേസായി കുറയുകയാണ് ഉണ്ടായത്. 10 വർഷം വ്യത്യാസത്തിൽ 2 സാമ്പത്തിക വർഷത്തെ താരതമ്യമെടുത്താൽ കുറവ് 19.99 ലക്ഷം കേസിൻ്റേത്, അഥവാ 8.1%. സർക്കാരിൻ്റെ വരുമാനത്തിൽ മദ്യവരുമാനത്തിൻ്റെ പങ്ക് കുറയുകയാണെന്നും കണക്കുകൾ പരിശോധിച്ചാൽ വ്യക്തമാകും. 2012-13 എക്സൈസ് തീരുവയും വിൽപ്പന നികുതിയും ഉൾപ്പെടെ മദ്യത്തിൽ നിന്നുള്ള വരുമാനം ആകെ വരുമാനത്തിൻ്റെ 18.21% 2022-23 എത്തുമ്പോൾ ഇത് 13.4% കുറഞ്ഞിരിക്കുന്നു. 10 വർഷം കൊണ്ട് മദ്യത്തിൽ നിന്നുള്ള വരുമാനത്തിൽ 4.8% കുറവാണുണ്ടായത്. സംസ്ഥാനത്തിൻ്റെ വരുമാനം മദ്യത്തെ ആശ്രയിച്ചല്ല എന്ന് ചുരുക്കം. ഷടാ, മന്ത്രി പറഞ്ഞു പോകുന്നത് ഇതെങ്ങോട്ടാ? ഇത് കേട്ടാ തോന്നുക കഴിഞ്ഞ 8 വർഷത്തിന് മുമ്പുള്ള UDF സർക്കാരാണ് കേരളത്തെ മദ്യത്തിൽ മുക്കിക്കുഴച്ച് എടുത്തതെന്ന് തോന്നുമല്ലോ. ഇനി പ്രതിപക്ഷ നേതാവിനും KPCC അധ്യക്ഷനുമുള്ള മറുപടികളാണ് പറയുന്നത്. IT പാർക്കിൽ മദ്യം വിറ്റ് ലാഭമുണ്ടാക്കാൻ ബാറുടമകൾക്ക് സർക്കാർ അവസരം കൊടുക്കാൻ വേണ്ടിയാണ് എന്നാണ് അധ്യക്ഷന്റെ ആരോപണം. അതിനും മറുപടിയുണ്ട്. IT പാർക്കിലെ മദ്യം സംബന്ധിച്ച് 2 വർഷം മുൻപ് മദ്യനയത്തിൽ പ്രഖ്യാപിച്ചതാണ്. ഇത് സംബന്ധിച്ചും തെറ്റായ വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. നിയമസഭാ സമിതി ഇപ്പോൾ ചേർന്ന് അനുമതി നൽകിയെന്ന നിലയിലാണ് വാർത്തകൾ. പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ഇത്തരം യോഗങ്ങൾ കൂടാനാവില്ല എന്നും തീരുമാനം എടുക്കാനാവില്ല എന്നെങ്കിലും ആലോചിക്കേണ്ടതല്ലേ? ഇത് സംബന്ധിച്ച് ഇന്നലെ മന്ത്രിതല സമിതി ചേർന്നു എന്ന വ്യാജ വാർത്ത വ്യാപകമായി പ്രചരിച്ചില്ലേ? സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണനയിലാണ് ഇപ്പോഴും ഈ വിഷയത്തിലെ തുടർ നടപടികൾ. അതും അങ്ങനെ മന്ത്രി പരസ്യമായി പൊളിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണത്തിനുള്ള മറുപടിയുമുണ്ട്. ടേൺ ഓവർ ടാക്സുമായി ബന്ധപ്പെട്ട് നിരന്തരം ബാറുടമകളെ സർക്കാർ സഹായിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. ഈ കഴിഞ്ഞ മാർച്ച് മാസം മാത്രം ബാർ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനകളിൽ 3.05 കോടിയുടെ ടേൺ ഓവർ ടാക്സ് തട്ടിപ്പാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പരിശോധന ശക്തവും കൃത്യവുമായി നടക്കുന്നുണ്ടെന്ന് എക്സൈസ് വകുപ്പ് ഉറപ്പാക്കുന്നുണ്ട്. ടേൺ ഓവർ ടാക്സ് കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ള നടപടികളും കാര്യക്ഷമമായി പുരോഗമിക്കുന്നു. കഴിഞ്ഞ ബജറ്റിൽ എല്ലാ വിഭാഗത്തിനും ആംനസ്റ്റി കൊടുത്തപ്പോഴും ബാറുടമകൾക്ക് സർക്കാർ ഇളവ് നൽകിയില്ല. പകരം
നികുതി കുടിശ്ശികയുള്ള ബാറുടമകൾക്കെതിരെ ജപ്തി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നിട്ടുമുണ്ട്. ഈ മറുപടിയോടെ അക്കാര്യത്തിലും തീരുമാനമായി. എന്നിട്ട് മദ്യനയത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റുന്നതിനായി ഇങ്ങനെ ഒരു എഴുത്തും. മദ്യനയം ബാറുമായി മാത്രം ബന്ധപ്പെട്ട കാര്യമല്ല. കഴിഞ്ഞ മദ്യനയം പരിശോധിച്ച് നോക്കൂ. ബാർ വ്യവസായത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ മറ്റു കാര്യങ്ങളാണ് നയത്തിലുള്ളത്. കള്ളുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഒന്നും മനസ്സിലാക്കാതെയാണ് ഈ പ്രചാരണം. അതോടെ അക്കാര്യത്തിലും തീരുമാനമായി. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് സമരവുമായി യൂത്തന്മാർ മന്ത്രിയുടെ ഓഫീസിന് മുന്നിലേക്ക് ഇറങ്ങിയത്. എന്തായാലും കെട്ടുറപ്പില്ലാത്ത ഒരു തിരക്കഥയുടെ പിൻബലം എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ മണക്കുന്നുണ്ട്. സംഗതി കത്തിയേനെ, പക്ഷേ എവിടെയോ പാളിപ്പോയി. ഇനിയിപ്പോൾ അനിമോനായിരിക്കും പ്രശ്നം. സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അനിമോൻ പരസ്യമായി രംഗത്ത് വരേണ്ടതല്ലേ? സംഘടനയിൽ നിന്ന് എന്തായാലും പിടിച്ചു പുറത്താക്കി. പിന്നെ ഇനി എന്ത് നോക്കാൻ? സംഘടനയുടെ എക്സിക്യൂട്ടീവിന്റെ തീരുമാനം എന്ന നിലയ്ക്കാണല്ലോ ഇങ്ങനെയൊരു മെസ്സേജ് പടച്ചുണ്ടാക്കിയത്. അപ്പോൾ അത് മന്ത്രിക്കുള്ള പണിയായിരുന്നോ അതോ അവരുടെ നേതൃത്വത്തിനുള്ള പണിയായിരുന്നോ എന്നും അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടതല്ലേ? ഇനി മന്ത്രിക്കുള്ള പണിയാണെങ്കിൽ പിന്നിൽ ആരെന്നും അന്വേഷണത്തിൽ തെളിയണം. ഇനി അഥവാ ഇങ്ങനെ രഹസ്യമായി ഒരു മദ്യനയം രൂപീകരിച്ചുകൊണ്ട് ബാറുടമകളുടെ സംഘടനയുമായി സർക്കാർ ഒരു ധാരണയിലെത്തിയതാണോ? അങ്ങനെയെങ്കിൽ ബാർ ലൈസൻസ് തുകയുടെ കാര്യത്തിലല്ലേ തീരുമാനമെടുക്കേണ്ടത്? ഡ്രൈ ഡേ ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പിരിവിൻ്റെ ആവശ്യമുണ്ടോ? എന്തായാലും അന്വേഷണം നടക്കട്ടെ, കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകട്ടെ.